നാണം കെട്ടും പണം നേടുകിൽ നാണക്കേട പണം മാറ്റിടും എന്ന് കേട്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ ഒരു സംഭവമുണ്ട്. കാരണം നാണക്കെട്ടാലും കുഴപ്പമൊന്നുമില്ല, എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന കുറച്ച് 1-2 ടിപ്പുകളാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമാണല്ലോ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻസ്റ്റാഗ്രാമിലാണ് ആളുകൾ കൂടുതലുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 വീഡിയോ കാണിക്കാം. തുണി അഴിച്ചിട്ട് തുള്ളുക, മനസ്സിലായോ? അല്ലെങ്കിൽ എന്തെങ്കിലും കോപ്രായം കാണിക്കുക. നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, അതായത് നിങ്ങളൊരു വ്ളോഗാക്കുക. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക് പിടിക്കുന്നത്, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ വീട്ടിൽ കുഞ്ഞ് അപ്പിയിട്ട് കഴിയുമ്പോഴത്തേക്കും അപ്പി പോരുന്നത്, അങ്ങനെയുള്ള പല പല സാധനങ്ങൾ വീഡിയോ ആക്കുക. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര സൂപ്പർ റീച്ചായിരിക്കും. പ്രത്യേകിച്ച് കണ്ടൻറ്റിൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നിങ്ങൾ വീട്ടിൽ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ അത് ഇച്ചിരി പൊലിപ്പിച്ചുമൊക്കെ ചെയ്യുക. പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് കാണിക്കുക. പറ്റുവാണെങ്കിൽ കുറച്ച് ലിപ് ലോക്ക് അടിക്കുക ക്യാമറയുടെ മുമ്പിലേ. ഇനി ക്യാമറ ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ വേണമെങ്കിൽ പോയി വഴക്ക് പിടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷേ ക്യാമറയുടെ മുമ്പിൽ നല്ല സ്നേഹമുള്ളവരായിരിക്കണം. ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ കാണിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ തുണി അഴിച്ചിട്ട് തുള്ളാമെങ്കിൽ സൂപ്പർ. ഏറ്റവും നല്ല റീച്ച് തുണി അഴിച്ചിട്ട് തുള്ളുക എന്നുള്ളതാണ് പെൺകുട്ടികൾ. ഇങ്ങനെയുള്ള വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. കാരണം നമ്മൾ ഇതിനകത്തൊരു നെഗറ്റീവ് കമൻറ്റ് പോലും ഇടാൻ പാടില്ല. നെഗറ്റീവ് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ അന്ന് പഴഞ്ചനാക്കും. 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത ആളുകളെ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വസന്തം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കും. വേറെ കുറേ ചേട്ടന്മാരുണ്ട്, അവർ അത് അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യമാണ്, മറ്റാണ് മാങ്ങാത്തൊലിയാണെന്നൊക്കെ പറയും. അതുകൊണ്ട് നമുക്ക് അതുപോലുള്ള ഇഷ്ടം പോലെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവന്മാർ ഈ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് പിന്നെ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ അവർ സോഷ്യൽ മീഡിയയിൽ നല്ല പകൽമാന്യന്മാരാണേ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇതിൻ്റെയൊക്കെ ഇത് ഞാൻ കാണിച്ചത്, ഇതിൻ്റെയൊക്കെ തമ്പനയിൽ കണ്ടോ? ഈ ഒരു ഫോട്ടോ കണ്ടോ? ഇതിൻ്റെ തമ്പനയിൽ നിങ്ങൾ കണ്ടോ? ഇതുണ്ടോ? ഈ തമ്പനയിൽ ശ്രദ്ധിച്ചോ? പക്ഷേ ഇതിനകത്ത് കണ്ടൻറ്റ് ഇതല്ല, ഇത്രയും കാണിക്കുന്നില്ല. ജസ്റ്റ് ഒരു ക്ലിക്കിന് വേണ്ടി മാത്രമാണ് അവർ ഇട്ടിരിക്കുന്നത്. കണ്ടോ? ഇതൊന്ന് ഞാൻ പ്ലേ ചെയ്ത് കാണിക്കാം. കണ്ടോ? ഭാര്യയും ഭർത്താവുമാണോ എന്ത് മാങ്ങാത്തൊലിയാണോ എന്ന് എനിക്കറിയത്തില്ല. ഭാര്യ നെറ്റിയ റിഫ്ലക്ടർ കിടപ്പുണ്ട്, കണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇതെന്നെ കണ്ടൻറ്റ് ഇരിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുമോ ഒന്നും വേണ്ട, സിമ്പിളായിട്ടൊരു കട്ടിലേ ഇരിക്കുന്നു, ഏതാണ്ട് കോപ്രായൊക്കെ കാണിക്കുന്നു ഇതുപോലെ. അപ്പോൾ ആ തമ്പനയിൽ കാണുമ്പോഴത്തേക്കും എന്നാ പറയുന്നത്, കഴപ്പ് മൂത്തവർ ഇതൊന്ന് ക്ലിക്ക് ചെയ്യും. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കാശുണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ്. നാണം മാനം കളയുവാൻ തയ്യാറാണെങ്കിൽ ഇത് ഇഷ്ടം പോലെ കാശുണ്ടാക്കാം. അടുത്ത സാധനം കാണിക്കാം. ടിങ്കിടി മാനേ. ഇതുകൊണ്ടോ? ഇതിൻ്റെയൊക്കെ ഉണ്ടല്ലോ വ്യൂവേഴ്സൊക്കെ കാണണം. ഇതെന്നെ കാണിക്കുന്നത് ജസ്റ്റ് ഒരു മഴയത്ത് കിടന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നു. ഇതിൻ്റെയൊക്കെ വ്യൂവേഴ്സ് ലൈക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. എൻ്റെ പൊന്നെ എത്ര ഷെയറൊക്കെ ഇവിടെയൊക്കെ ചില ആമ്പിള്ളേരൊക്കെ കഷ്ടപ്പെടും എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് റീച്ച് ആകാൻ വേണ്ടിയിട്ട്. പക്ഷേ പെൺപിള്ളേരെ സംബന്ധിച്ച് എന്നാ സുഖമാണ്. പിന്നെ ഇവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, കുറേ വട്ടന്മാരുണ്ട്. അതേസമയം എന്തെങ്കിലും സ്വന്തമായിട്ടൊരു കണ്ടൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ചുമ്മാ ഊളത്തരമാണെന്ന് പറഞ്ഞാലും അവൻ തന്നെ എഴുതുവോ, എന്തെങ്കിലും ഒരു കഥയോ കാര്യങ്ങളോ ഉണ്ടാക്കിയിട്ട്, ഒരു ചെറിയൊരു സ്ക്രിപ്റ്റ് വല്ലതും ഉണ്ടാക്കിയിട്ട് അവൻ തന്നെ സ്വന്തമായിട്ടൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. പൊട്ടത്തരമെങ്കിൽ പൊട്ടത്തരം, ഓക്കെ, അത് കാണും, സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. ഇതൊക്കെ എന്തോന്ന്. ഇപ്പം ഞാൻ ഇത് കണ്ടപ്പോഴത്തേക്ക് ഇതിൻ്റെ താഴെ വന്ന സജഷൻസ് കണ്ടോ? അരേ വാ, സൂപ്പറല്ലേ. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ഇപ്പോൾ ഞാൻ മുമ്പേ ഒരു വീഡിയോ ചെയ്യുന്നത് പിള്ളേർ പിഴച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്താൽ അത് മാർക്കോ നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പേര് കിടന്ന് പറഞ്ഞു തുള്ളുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ പോലും ഇതുപോലുള്ള ഐറ്റംസാണ് കാണുന്നത്. ഇതൊക്കെ നിങ്ങൾ എവിടെ കൊണ്ട് നിരോധിക്കാനേട്ടാ? ഇതിനേക്കാളും വേറെ വെബ്സൈറ്റുകൾ വരെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഈ മാർക്കോ നിരോധിക്കണം അല്ലെങ്കിൽ വയലൻസ് സിനിമ നിരോധിക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ അത് ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. കയ്യെത്തും ദൂരത്ത് പിള്ളേരെ ചുമ്മാ കൊടുക്കുന്ന സാധനമാണ് ഇത് ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞത്. ഇതിനകത്തുള്ളത്ര വെകിളിത്തരം ഈ ലോകത്ത് വേറെ ഒന്നിനകത്തും ഇല്ലെന്നോ ഞാൻ പറയത്തുള്ളൂ. കണ്ടോ ഈ അമ്മച്ചിയൊക്കെ കണ്ടോ? കാശൊക്കെ ഈസി ആയിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെയൊക്കെ ലൈക്കും കമൻറ്റും നോക്ക്. എൻ്റെ പൊന്നോ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. തെറി വിളിക്കാനും ആൾക്കാർ വരും. പക്ഷേ നമ്മളിങ്ങനെ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്നറിയാം, ഇവർക്കൊന്നും വീട്ടുകാരൊന്നും പറയാറില്ലേ? ഇവർക്ക് അതായത് നാട്ടിലോട്ടൊന്നും ഇറങ്ങാതെ പെരയ്ക്കകത്ത് തന്നെ ഇരിക്കുവാണോ? നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ എന്തെങ്കിലും ഒരു ചെറിയൊരു സ്കിറ്റ് പോലെ എന്തെങ്കിലും ഇൻസ്റ്റയിൽ ഇട്ടാൽ പോലും നാണോ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എല്ലാവരും എല്ലാം പറയുമോ അയ്യേ എന്നുള്ളൊരു ചമ്പലുണ്ട്. അപ്പോൾ ഈ തുണി അഴിച്ചിട്ട് തുള്ളുന്നവർക്ക് ഇങ്ങനെയുള്ള ഒരു എന്നാ പറയുന്നത്, ഇവർ അങ്ങനെ ഒരു ചിന്താഗതി ഇല്ലേ? വാ, ഇതും കൂടെയൊക്കെ എന്തായാലും വന്നാലേ ഇതും കൂടെയൊക്കെ ഒന്ന് കാണും. അരേ വാ, എന്തൊക്കെയാണാവാ.
ഇതിനെയൊക്കെ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ വെറുതെ വിട്ട് കളഞ്ഞേക്കണം. ഇതിനെ ഒന്നും മൈൻഡ് ചെയ്യില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ എല്ലാം നോട്ട് ഇൻട്രസ്റ്റ് അടിച്ച് വിട്ടാക്കണം. അതോടെ ഈ പരിപാടി നിൽക്കും. എന്തെങ്കിലും കലാപരമായിട്ടുള്ള കഴിവോ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു സ്കിറ്റോ കാര്യങ്ങളോ പൊട്ടത്തരമെങ്കിലും പൊട്ടത്തരം അവരെ പോയി സപ്പോർട്ട് ചെയ്യും. അല്ലാതെ കണ്ട് ഈ തുണി അടിച്ചിട്ട് തുള്ളുന്നതിൻ്റെയൊക്കെ പുറകെ പോയി കഴിഞ്ഞാണല്ലോ എന്നാത്തിന് എന്ത് കാര്യത്തിന്, വേറെ പണിയൊന്നുമില്ല. ഇനി ഞാൻ ഫാമിലി വ്ളോഗേഴ്സിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് കുറച്ച് ടൈം എടുക്കും, കാരണം അത് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മെനക്ക് ചെയ്യണം. അവരോട് എനിക്ക് കുറച്ചും കൂടെ കലിപ്പ് കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മനുഷ്യനെ പറ്റിക്കുക മാത്രമല്ല, ഇതുപോലെ കുറേ ഗെയിമിംഗ് ആപ്പുകളും മറ്റേതും മറിച്ചും എല്ലാം പരിചയപ്പെടുത്തിയിട്ട് ആൾക്കാർ, അതായത് ഇവരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അവരെ പറ്റിക്കുക. ഞങ്ങൾക്ക് ഇതുപോലെ ഇന്ന സംഭവം ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇതുപോലെ കുറേ കാശ് കിട്ടി മറ്റേതാ മറിച്ചാന്നൊക്കെ പറയും. അപ്പോൾ ഈ മനുഷ്യന്മാർ ഇത് വിശ്വസിക്കും. കാര്യം ഇവരുടെ സ്വന്തം വീട്ടിലെ ആൾക്കാരെ പോലെയാണ് ഇവരെയൊക്കെ കാണുന്നത്. ഇവർ പറയുന്നത് അങ്ങ് വിശ്വസിച്ചിട്ട് ഇവരത് ഡൗൺലോഡ് ചെയ്യും, അതിനകത്ത് കയറും, എന്നിട്ട് കാശ് നഷ്ടപ്പെടും, കുറേ പേരൊക്കെ ആത്മഹത്യ ചെയ്യും. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം. അത് ചെയ്യണമെങ്കിൽ കുറേ കാര്യങ്ങൾ കുറേ ഇതുപോലുള്ള കുറേ വീഡിയോസ് എല്ലാം കുത്തിപ്പൊക്കി എടുക്കണം. അതിൻ്റെ ഒരു സമയമുണ്ട്. അപ്പോൾ എന്തായാലും ഞാനത് ചെയ്യുന്നുണ്ട്. അതുവരേക്കും വണക്കം, വന്ദനം.